പാറച്ചാല ഷാരോൺ രാജ് കൊലപാതക കേസിൽ വിധി 17-ന്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിഷയത്തെക്കുറിച്ച് പ്രതി ഗ്രീഷ്മ ഗൂഗിൾ സെർച്ച് ചെയ്ത് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നതുകൊണ്ടെന്നാണ് പ്രതിഭാഗം വിചിത്രമായി വാദിക്കുന്നത്. സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേർന്നു. ജയശങ്കർ, ഏറെ ചർച്ചയായ അതിക്രൂരമായ ഒരു കൊലപാതകം, പ്രണയിച്ചു എന്ന ഒറ്റ കാരണത്താൽ ജീവൻ നഷ്ടപ്പെട്ട ഷാരോൺ ഇല്ലാതാക്കിയത്, കഷായത്തിൽ വിഷം കലർത്തി നൽകുന്നു, അതിനു മുമ്പ് വിഷം ടെസ്റ്റ് ചെയ്യാൻ ജ്യൂസ് ചലഞ്ച് നടത്തുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത ഒരു കേസ്. അതിൽ നിർണായകമാകുന്ന ഗൂഗിളിന്റെ സെർച്ച് ഹിസ്റ്ററിയാണ്. ഈ കേസിൽ ഒടുക്കം വിധി പറയുന്നു. ഷാരോൺ കൊല്ലപ്പെട്ടിട്ട് 2 വർഷത്തിന് ശേഷം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് സുഹേൽ, കേരളത്തെ പിടിച്ചു കുലുക്കിയ ഷാരോൺ വധക്കേസിൽ 2 വർഷത്തിനു ശേഷം കോടതി വിധി പറയാൻ പോകുന്നു. ജനുവരി 17-ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി, അഡീഷണൽ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തിയത്. ഗ്രീഷ്മയുടെ കേസുമായി ബന്ധപ്പെട്ട പങ്ക് തെളിയിക്കുന്ന തരത്തിൽ തന്നെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ പ്രോസിക്യൂഷന് സമർപ്പിക്കാനായി. ഒപ്പം തന്നെ കൃത്യമായി സാക്ഷികളെയും പ്രോസിക്യൂഷൻ കോടതിയിൽ എത്തിച്ചു. ഈ ഗ്രീഷ്മ ഈ പാരസെറ്റമോളിനെ മറ്റും കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തത് ഗ്രീഷ്മയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അത്തരത്തിൽ ഈ പ്രതിഭാഗം കോടതിയിൽ ബാധിച്ചത്. എന്തായാലും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കൃത്യമായി കോടതി കേട്ടിട്ടുണ്ട്. കൃത്യമായി തെളിവുകൾ വെക്കാൻ പ്രോസിക്യൂഷനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി 17-ാം തീയതി വരും. ആ വിധി ഏത് തരത്തിലായിരിക്കുമെന്ന് തന്നെ ഉള്ള വലിയ ആകാംക്ഷയിലാണ് കേരളം മൊത്തം ഇരിക്കുന്നത്. കാരണം വലിയ തോതിൽ ഇത്തരത്തിൽ ഒരു പ്രണയിച്ചതിൻ്റെ പേരിൽ മാത്രം ഒരു യുവാവിന് ജീവൻ നഷ്ടമായ വിഷയം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഉയർന്നിരുന്നു. ഈ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ഗ്രീഷ്മ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ചിരുന്നു. എന്തായാലും ഈ കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി 17-ാം തീയതി വിധി പറയാൻ പോകുന്നത്. എന്തായിരിക്കും കോടതിയുടെ വിധി എന്നത് തന്നെയാണ് ഇനി നിലനിൽക്കുന്ന ആകാംക്ഷ. സുഹേൽ, ഗ്രീഷ്മ സ്നേഹത്തോടെ വെച്ച് നീട്ടിയ കഷായത്തിലെ വിഷം കലർന്നാണ് താൻ മരിച്ചെന്ന് ഇപ്പോഴും ഷാരോൺ അറിഞ്ഞിട്ടില്ല. മരണം വരെ ഗ്രീഷ്മയെ ഒരു തരി പോലും സംശയിക്കാതെയാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത്.